സെറ്റ് യുവർ ഗോൾസ് ഹൈ ഇൻ ലൈഫ് ആൻഡ് ഡോണ്ട് സ്റ്റോപ്പ് അണ്ടിൽ യു റീച്ച് ദെയർ. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നിടം വരെ പരിശ്രമം അവസാനിപ്പിക്കാതെ അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കുക. അരുണിമ സിൻഹയുടെ വാക്കുകളാണ്. ആരാണ് ഈ അരുണിമ സിൻഹ? എവറസ്റ്റ് കീഴടക്കിയ, ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ആദ്യത്തെ വികലാംഗിയായിട്ടുള്ള ഇന്ത്യക്കാരിയാണ് അരുണിമ സിൻഹ. ഈ അരുണിമ സിൻഹയുടെ കഠിനമായിട്ടുള്ള ഒരു ജീവിത കഥ അത് നിങ്ങളൊന്നറിയണം. അരുണിമ സിൻഹ ഉത്തർപ്രദേശിൽ ജനിച്ച ഇന്ത്യയുടെ ഒരു മുൻ വോളിബോൾ കായിക താരമായിരുന്നു. ചെറുപ്പം മുതലേ വോളിബോളും ഫുട്ബോളും ഒക്കെ കളിക്കുന്നത് അരുണിമ സിൻഹയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരിക്കൽ തന്റെ 21ാമത്തെ വയസ്സിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് യുപിയിലെ ലക്നൌവിൽ നിന്നും ഡൽഹിയിലേക്ക് അരുണിമ സിൻഹ യാത്ര ചെയ്യുകയാണ്. ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. സമയം ഏതാണ്ട് പാതിരാത്രി കഴിഞ്ഞു. അന്ന് ട്രെയിൻ യുപിയിലെ തന്നെ ബറേലി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ തമ്പടിച്ചിരുന്ന കുറച്ച് മോഷ്ടാക്കൾ ആ ട്രെയിനിന്റെ ബോഗികളിലേക്ക് കയറി. അവർ സിൻഹ സഞ്ചരിച്ചിരുന്ന ആ ബോഗിയിലും കയറി സിൻഹയുടെ കഴുത്തിൽ കടന്നിരുന്ന മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു. സിൻഹ അതിനെ എതിർത്തു. അവർ തമ്മിൽ മൽപ്പിടുത്തമായി. അവർ അരുണിമ സിൻഹയെ അതിക്രൂരമായി മർദ്ദിക്കുകയും തൊട്ടടുത്ത റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. രാത്രിയുടെ മറവിൽ അരുണിമ സിൻഹയുടെ നിലവിളി ആരും കേട്ടില്ല. തൊട്ടടുത്ത റെയിൽവേ ട്രാക്കിൽ കൂടി വന്ന മറ്റൊരു ട്രെയിൻ അരുണിമ സിൻഹയുടെ ശരീരത്തിൽ കൂടി കയറി ഇറങ്ങിപ്പോയി. സിൻഹയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷേ തൻ്റെ ശരീരത്തിൻ്റെ എന്തോ ഒരു ഭാഗം നഷ്ടപ്പെട്ടതായി അവൾക്ക് തോന്നി. പിറ്റേന്ന് നേരം പുലർന്നു. ആ ഗ്രാമത്തിൽ ഗ്രാമീണരാണ് കണ്ടത് കാലുകൾ ചതഞ്ഞെറിഞ്ഞ അവസ്ഥയിൽ ഒരു പെൺകുട്ടി റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നു. അവൾ ആ പെൺകുട്ടി എടുത്ത് ബറേലിയിലെ തന്നെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടാക്കി. അവിടെ വെച്ച് അവർ പറഞ്ഞു, സിൻഹയ്ക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ അവളുടെ കാലുകൾ മുറിച്ചു മാറ്റണമെന്നവരെ അറിയിച്ചു. അനസ്തേഷ്യ പോലും നൽകാതെ അരുണിമ സിൻഹയുടെ കാലുകൾ അവർ മുറിച്ചു മാറ്റി. ഒരു ഇന്ത്യൻ കായിക താരത്തിനുണ്ടായ ഈ ദുരനുഭവം രാജ്യം മൊത്തം ചർച്ചയായി. മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായിട്ട് മാറി. അങ്ങനെ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അരുണിമ സിൻഹയെ ലക്നൌവിൽ നിന്നും ബറേലിയിൽ നിന്നും ഡൽഹി എയിംസിലേക്ക് മാറ്റി. അവിടെ വെച്ച് മെച്ചപ്പെട്ട ചികിത്സ നൽകുകയും അരുണിമ സിൻഹയുടെ മുറിച്ചു മാറ്റപ്പെട്ട കാലിന് പകരം കൃത്രിമ കാലുകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. ദീർഘനാൾ ആ ആശുപത്രിയിൽ തന്നെ സിൻഹയ്ക്ക് കഴിയേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം ഈ ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ സിൻഹ പത്രം വായിച്ചപ്പോൾ, ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ അതിനകത്ത് എവറസ്റ്റിനെ പറ്റിയുള്ള ഒരു വാർത്ത അരുണിമ സിൻഹ കാണുകയുണ്ടായി. തൻ്റെ ജ്യേഷ്ഠനോട് എവറസ്റ്റിനെ പറ്റിയുള്ള വാർത്ത കണ്ടപ്പോൾ തനിക്ക് എവറസ്റ്റിൽ കയറണമെന്നുള്ള ആഗ്രഹം അരുണിമ സിൻഹ പങ്കുവെക്കുകയുണ്ടായി. അരുണിമ സിൻഹയുടെ ആ ആഗ്രഹത്തിന് ജ്യേഷ്ഠൻ എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആശുപത്രിയിൽ വന്നതിന് ശേഷം സിൻഹ കാണാൻ പോയത് ബചേന്ദ്രി പാലിനെയായിരുന്നു. ബചേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്. ബചേന്ദ്രി പാൽ അരുണിമ സിൻഹയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം ആദ്യം സിൻഹയോട് പറഞ്ഞത്, നീ മനസ്സുകൊണ്ട് ഇപ്പോൾ തന്നെ എവറസ്റ്റ് കീഴടക്കി എന്നാണ്. പിന്നീട് ദീർഘനാളത്തെ പരിശ്രമങ്ങളായിരുന്നു. ആ പരിശ്രമങ്ങൾക്കൊടുവിലായിട്ട് 2013 മെയ് മാസത്തിൽ തൻ്റെ 24ാമത്തെ വയസ്സിൽ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന വികലാംഗിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ട്, ആദ്യത്തെ വനിതയായിട്ട് അരുണിമ സിൻഹ മാറി. അരുണിമ സിൻഹ അതുകൊണ്ട് തൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും പല ഭൂഖണ്ഡങ്ങളിലെയും പല ഉന്നതമായിട്ടുള്ള കൊടുമുടികളും അരുണിമ സിൻഹ കീഴടക്കി. 2019 അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായിട്ടുള്ള മൗണ്ട് വിൽസനും കീഴടക്കി. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ് അരുണിമ സിൻഹ. ഈ അരുണിമ സിൻഹയുടെ ജീവിതകഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. തോൽവികളിലും പരാജയങ്ങളിലും തകർന്നു പോകാതെ അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തെ കരുത്തുകൊണ്ട് പോരാടി തോൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് തെളിയിച്ചിരിക്കുകയാണ് അരുണിമ സിൻഹ. നമുക്കും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങളും തോൽവികളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം, ഞാൻ സുനിൽ ദത്ത്. എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കലണ്ടറിനെ പറ്റി പഠിച്ചു. കലണ്ടറിനകത്തെ തുടക്കത്തിൽ അതിവർഷം എന്താണെന്ന് പഠിച്ചു, ഒറ്റ ദിവസങ്ങൾ എന്താണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ കലണ്ടറിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചത്? കലണ്ടറിനകത്തെ ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതേ വർഷത്തിലെ മറ്റൊരു ദിവസങ്ങൾ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ പഠിച്ചു. ഒരു ഡേ ഉണ്ടെങ്കിൽ ആ വർഷത്തിൽ തന്നെ മറ്റൊരു ദിവസം കാണുന്ന രീതി പഠിച്ചു. ഇനി നമുക്ക് വേണ്ടത് കലണ്ടറിനകത്ത് ഒരു ദിവസം തരും, മറ്റൊരു ദിവസം കണ്ടുപിടിക്കുന്നത് മറ്റൊരു വർഷത്തിലെ ആയിരിക്കും. അതായത് 2005 ഒരു ദിവസം തന്നാൽ 2010 മറ്റൊരു ദിവസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്.
എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലണ്ടറല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. കലണ്ടറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെയുണ്ട് കലണ്ടറിനകത്ത്? ഒരു ഡേ ഉണ്ടെങ്കിൽ മറ്റൊരു ഡേ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അവസാനം നമ്മൾ ചെയ്തത് സെയിം ഇയറിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അതായത് ഒരു വർഷത്തിൽ ഒരു ദിവസം തന്ന മറ്റൊരു ദിവസം കണ്ടുപിടിക്കുന്നത് എങ്ങനെ. അതിൽ മാസങ്ങൾ മുമ്പോട്ടും മാസങ്ങൾ പുറകോട്ടുമുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പ് കലണ്ടറിനകത്ത് പഠിച്ച ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കാണണം. എന്നിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. കാരണം ഇന്ന് നമ്മൾ എടുക്കുന്നത് അതിനകത്തെ ഈ ആദ്യത്തെ 2 ടൈപ്പുകൾ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ടൈപ്പിലെ ചോദ്യമാണ്. മൂന്നാമത്തെ ടൈപ്പിലെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒന്ന് നോക്കുക. 2025 ജനുവരി 10 എന്ന് പറഞ്ഞ ഞായറാഴ്ചയായാൽ 2026 ജനുവരി 10 ഏത് ദിവസവും എന്നാണ് ചോദ്യം. ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണും. 2025 ജനുവരി 10 ഞായറാഴ്ചയാണെങ്കിൽ 2026 ജനുവരി 10 ഏത് ദിവസം എന്നല്ലേ ചോദിച്ചേ. ഓക്കെ, ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും ജനുവരി 10 താഴെയും ജനുവരി 10 ആവുമ്പോൾ ഡേ സെയിം ആണെന്ന് മനസ്സിലായി. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഡേ സെയിം ആണ്. ജനുവരി 10 ജനുവരി 10 ആയതുകൊണ്ട് ഡേ സെയിം ആണ്. ഡേ സെയിം ആണെന്ന് കാണുമ്പോഴേ ഉറപ്പിക്കണം. ഈ ചോദ്യം എന്ന് പറയുന്നത് ഇയറിന്റെ ക്വസ്റ്റ്യൻ ആണ്, വർഷത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. വർഷം നോക്ക്, 2025 2026 വർഷം. ഓക്കെ, കണ്ടീഷൻ ഉറപ്പിക്കണം. ഡേസ് സെയിം ആണ്, ജനുവരി 10, മാസവും തീയതിയും സെയിം ആണ്, ജനുവരി 10 ജനുവരി 10. മാറ്റം വന്നത് എവിടെയാണ്? വർഷത്തിലാണ്, 2025 2026. ഓക്കെ, നമുക്ക് കണക്കിലേക്ക് വരാം. ഇതിൽ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യണം, ഡേ സെയിം ആണല്ലോ എന്ന് നിങ്ങളൊന്ന് പറയണം. തന്നിരിക്കുന്ന വർഷങ്ങളിൽ ആദ്യത്തെ പോയിന്റ്, നിങ്ങളുടെ സ്റ്റെപ്പ് 1 ഇതാണ്. ആദ്യത്തെ പോയിന്റ് ഇതാണ്. തന്നിരിക്കുന്ന വർഷങ്ങളിൽ മുകളിലോ താഴെയോ ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ലീപ്പ് ഇയർ ഉണ്ടോ ഒന്ന് നോക്കിയേ. 2025 എന്ന് പറഞ്ഞ ലീപ്പ് ഇയർ ആണോ? നമ്മൾ ആദ്യം ലീപ്പ് ഇയർ ഒക്കെ പഠിച്ചതാ, എല്ലാവർക്കും അറിയാം. ഒന്ന് പറ, 2025 എന്ന് പറഞ്ഞ ലീപ്പ് ഇയർ ആണോ? 25 എന്ന് പറഞ്ഞ 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതിയോ? അല്ലേ? ലീപ്പ് ഇയർ നോക്കാൻ വേണ്ടി 4ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ പോരെ? മതി. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2025 എന്ന് പറഞ്ഞ 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 25 4ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ 2025 ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. എന്നാൽ ഞാൻ ഒരാളടുത്ത് ചോദിക്കുകയാണ്, മോനെ ഈ 2026 എന്ന് പറഞ്ഞ ലീപ്പ് ഇയർ ആണോടാ എന്ന് ചോദിച്ചപ്പം അവൻ എനിക്ക് പറഞ്ഞത് 26 എന്ന് പറഞ്ഞ സാറേ അത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. കാരണം 4ന്റെ മൾട്ടിപ്പിൾ 6 × 4 24 കഴിഞ്ഞ് പിന്നെ 7 × 4 28 വരും. സോ 24 കഴിഞ്ഞാൽ 28 4ന്റെ മൾട്ടിപ്പിൾ വരൂ. അതുകൊണ്ട് 25ഉം 26ഉം ഒന്നും 4ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 2025ഉം 2026ഉം ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. നമ്മുടെ കണ്ടീഷനൊക്കെ കഴിഞ്ഞു. ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് മനസ്സിലായി ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങൾ ഇങ്ങനെ പറയണം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ താണ്ട ഇങ്ങനെ പറയണം, മുകളിലും താഴെയും ലീപ്പ് ഇയർ ഇല്ല എന്ന് മനസ്സിലായെങ്കിൽ ഇങ്ങനെ പറയണം, എത്ര വർഷമാണ് കൂടിയേ? 2025ഉം 2026 ആകുമ്പം ഒരു വർഷമല്ലേ കൂടിയേ? മുകളിലും താഴെയും ലീപ്പ് ഇയർ ഇല്ല എന്ന് മനസ്സിലായല്ലോ. മുകളിലും താഴെയും ലീപ്പ് ഇയർ ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ സാധാരണ വർഷമാണ് തരുന്നതെങ്കിൽ ഇങ്ങനെ പഠിക്കണം. സെയിം ഡേയ്സ് ഒരു വർഷം കൂടുകയെന്നാൽ ഒരു ദിവസം കൂട്ടി എഴുതുക. സെയിം ഡേയ്സ് ഒരു വർഷം കൂടുകയെന്നാൽ ഒരു ദിവസം കൂട്ടി എഴുതുക. ഒന്ന് പറഞ്ഞ എല്ലാവരും, സെയിം ഡേയ്സ് മുകളിലും താഴെയും സാധാരണ വർഷമായാൽ ഒരു വർഷം കൂടുകയെന്നാൽ ഒരു ദിവസം കൂട്ടി എഴുതുക. ഒരു വർഷം കൂടുകയെന്നാൽ ഒരു ദിവസം കൂട്ടി എഴുതുക. സോ 25ഉം 26ഉം ഒരു വർഷം കൂടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം കൂട്ടും. ഒരു ദിവസം കൂട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട്, ഞായറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് തിങ്കളായിരിക്കും ഈ കണക്കിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞ് ഈ ചോദ്യം കംപ്ലീറ്റ് ചെയ്യും.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് മനസ്സിലാക്കിയേ, ഒന്ന് ക്ലിയർ ആയി നോക്കിയേ. ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കണക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് അടുത്തേക്ക് പോയാൽ മതി. കാരണം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്. ഇയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനകത്ത് ഈ പോയിന്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പല കണക്കുകൾ എളുപ്പത്തിലാണ്. ഓക്കെ, അന്നേരം എങ്ങനെയാണ് ചെയ്യണ്ടേ? ഒന്നുകൂടെ ഞാനൊന്ന് പറയുകയാണേ, ഒന്ന് പറഞ്ഞ്. ജനുവരി 10 ഡേ സെയിം. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയി. ജനുവരി 10 ഡേ സെയിം ആണെന്ന് ഉറപ്പിക്കണം. വർഷം നോക്കിയപ്പോൾ 2025 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 2026 എന്ന് പറഞ്ഞാൽ 26 4ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഇങ്ങനെ പറയണം, മുകളിലും താഴെയും എന്തില്ല? ലീപ്പ് ഇയർ ഇല്ല. ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് ചോദിക്കിയപ്പം ലീപ്പ് ഇയർ ഇല്ല എന്ന് മനസ്സിലായി. ലീപ്പ് ഇയർ ഇല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. 2025 2026 ആകുമ്പം എത്ര വർഷം കൂടി? 1 വർഷം കൂടി. എന്നിട്ട് നമ്മൾ എങ്ങനെ പറയണം? 1 വർഷം കൂടുകയെന്ന എത്ര കൂട്ടണം? 1 ദിവസം കൂട്ടണം. എങ്ങനെ പറയും? 1 വർഷം കൂടുകയെന്നാൽ 1 ദിവസം കൂട്ടുമെന്ന് പറയും. 1 ദിവസം കൂട്ടുമെന്ന് പറയും. 1 ദിവസം കൂട്ടുമെന്ന് പറഞ്ഞാൽ തന്ന ദിവസം ഞായറാഴ്ചയാണെങ്കിൽ 1 ദിവസം കൂട്ടുമ്പം അടുത്ത ദിവസം എന്താണെന്ന് പറയും? തിങ്കളാഴ്ചയാണെന്ന് പറയും. സോ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞ് നമ്മൾ ഈ കണക്ക് നിർത്തും. ഇപ്പം നിങ്ങൾക്ക് ഇത് ഒരിത്തിരി കൂടെ ക്ലിയർ ആയി കാണാം. ഒരു 2 ചോദ്യമോടെ ഇതിൽ നിന്ന് തന്നെ ചെയ്യും. ആ ചോദ്യമോടെ ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ടൈപ്പ് അങ്ങ് ഓക്കെ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയോ. അന്നേരം ഈ ചോദ്യമോടെ ഞാൻ ചെയ്യും. ഈ ചോദ്യമോടെ ചെയ്ത് നമുക്ക് ഈ ഒരു ടൈപ്പ് അങ്ങ് ഉറപ്പിക്കാം. അടുത്ത കണക്ക് നിങ്ങൾ തനിയെ ചെയ്ത് തരണം. ഓക്കെ, ഒന്ന് നോക്കിക്കോ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കങ്ങ് പോവാം. 2018 മാർച്ച് 25 ചൊവ്വാഴ്ചയായാൽ 2019 മാർച്ച് 25 ഏത് ദിവസവും എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് പറ, എൻ്റെ കൂടെ പറഞ്ഞു പോവാ. ആദ്യം എന്ത് ചെക്ക് ചെയ്യണ്ടേ? ആദ്യം ചെക്ക് ചെയ്യേണ്ടത് മാസവും ദിവസവും തുല്യമാണോ? ആണ്. മാർച്ച് 25 മാർച്ച് 25 അത് തുല്യമാണെന്ന് മനസ്സിലായി. അത് ക്ലിയർ. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ പോയിന്റ് എന്താ? തന്നിരിക്കുന്ന വർഷം 2018 2019. ഈ വർഷത്തിൽ മേളിലോ താഴെയോ എവിടെയെങ്കിലും ലീപ്പ് ഇയർ ഉണ്ടോ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. പറ, ലീപ്പ് ഇയർ ഉണ്ടോ? ലീപ്പ് ഇയർ ഉണ്ടോ നോക്കുന്നത് എങ്ങനെ? അവസാനത്തെ 2 അക്കങ്ങൾ 4ന്റെ മൾട്ടിപ്പിൾ ആണോ? 18 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതമാണോ? അല്ല. 4 × 4 16. 16 കഴിഞ്ഞാൽ പിന്നെ 4ന്റെ ഗുണിതം 20 ആണ്. സോ 18 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അന്നേരം ഇത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് അത് ലീപ്പ് ഇയർ അല്ല. 19 ഉറപ്പായിട്ടും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. കാരണം 16 കഴിഞ്ഞാൽ 20 അല്ലേ വരും. ഓക്കെ, ഒരു മുകളിലും താഴെയും എന്തില്ല എന്ന് മനസ്സിലായി? ലീപ്പ് ഇയർ ഇല്ല എന്ന് മനസ്സിലായി. മുകളിലും താഴെയും ലീപ്പ് ഇയർ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുവാ പഠിച്ചേ? എത്ര വർഷം കൂടി? 1 വർഷം കൂടി. 2018 2019 1 വർഷം കൂടി. നമ്മൾ എന്താ പഠിച്ചേ? 1 വർഷം കൂടുവാണെങ്കിൽ എത്ര ദിവസം കൂട്ടണം? 1 ദിവസം കൂട്ടണം. പറ, 1 വർഷം കൂടുവാണെങ്കിൽ എത്ര ദിവസം കൂട്ടണം? 1 ദിവസം കൂട്ടണം. 1 ദിവസം കൂട്ടുവാണെങ്കിൽ ചൊവ്വാഴ്ചയാണ് നമുക്ക് തന്നെ. അതിൻ്റെ കൂടെ 1 ദിവസം കൂട്ടിയിട്ട് ചൊവ്വയുടെ കൂടെ 1 കൂട്ടിയിട്ട് ബുധനാഴ്ചയാണ് ഈ കണക്കിൻ്റെ ഉത്തരവെന്ന് നമ്മൾ പറയും. ഓക്കെ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയറായി. 1 വർഷം കൂടുവാണെങ്കിൽ 1 ദിവസം കൂട്ടും എന്ന് പറഞ്ഞ് തീർക്കുമ്പം ഇത് റെഡിയാണ്. ഇപ്പം ഇത് മനസ്സിലായി. റെഡിയാണല്ലോ. എന്നാൽ ഒരു കണക്കൂടെ ചെയ്യും. ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് തരും. അതുകൂടെ ചെയ്ത് നമ്മൾ ഈ ടൈപ്പ് അങ്ങ് തീർക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അന്നേരം ഈ ചോദ്യമോടെ ചെയ്ത് നമ്മൾ ഈ കണക്ക് ഉറപ്പിക്കുകയാണ്, ഇവിടെ നിർത്തുകയാണ്. അന്നേരം ഈ ക്വസ്റ്റ്യനോടെ ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ കണ്ടീഷൻ ഓക്കെയോ നമ്മൾ ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ഇവിടെ തീർക്കും. അന്നേരം എനിക്ക് മുമ്പേ നിങ്ങൾ ഈ ചോദ്യം ചെയ്തോ, ഞാനത് ചെയ്യുമ്പം നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. എനിക്ക് മുമ്പേ നിങ്ങൾ ഈ കണക്ക് ചെയ്തെങ്കിൽ വെച്ചോ. എന്താ ചോദ്യം? 81 ഓഗസ്റ്റ് 15 ബുധനാഴ്ചയാണെങ്കിൽ 82 ഓഗസ്റ്റ് 15 ഏത് ദിവസവും എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേ. എന്നിട്ട് ഇതിൻ്റെ ആൻസർ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ച് കാണും. എന്നാൽ ഞാനതിലേക്ക് പോവുകയാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യം ഞാനങ്ങ് പറയുകയാണ്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ. എടാ, ഓഗസ്റ്റ് 15 അത് സെയിമാ. ഓക്കെ, അന്നേരം അതിനകത്ത് ഇനി ഒന്നും നോക്കാനില്ല. അത് സെയിമാണ്. അത് കഴിഞ്ഞു. ഇനി നോക്കേണ്ടതാ 81 82 വല്ല 4ന്റെ ഗുണിതം ആണോ? എന്തിനാ? ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ 81 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതം അല്ല. കാരണം എനിക്ക് 4ന്റെ പട്ടികയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അറിയാവുന്നവനാണ് ഞാൻ 20 × 4 80 എന്ന് എനിക്ക് അറിയാം. 80 കഴിഞ്ഞാൽ പിന്നെ 4ന്റെ പട്ടിക 84 വരൂ. അതുകൊണ്ട് 81 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതം അല്ല.
82 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതം അല്ല. 80 കഴിഞ്ഞാൽ പിന്നെ 84 വരും. ഓക്കെ, ഇപ്പോഴേ നമുക്ക് ക്ലിയർ ആയി. മുകളിലും താഴെയും ലീപ്പ് ഇയർ ഇല്ല എന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയും മുകളിലും താഴെയും ലീപ്പ് ഇയർ ഇല്ലെങ്കിൽ സാധാരണ വർഷമാണ് മുകളിലും താഴെയെങ്കിൽ ഒരു വർഷം കഴിയുമ്പം ഒന്ന് കൂട്ടും. അത്രയേ ഉള്ളൂ. ഒരു വർഷം കഴിയുമ്പം ഒന്ന് കൂട്ടും. ഒന്ന് കൂട്ടും എന്ന് പറഞ്ഞാൽ തന്ന ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് നമ്മുടെ ഉത്തരം വ്യാഴാഴ്ചയാണെന്ന് നമ്മളങ്ങ് പറയും. അങ്ങനെ ചെയ്ത് തീർക്കും. നിങ്ങൾക്കിത് കിട്ടിക്കാണും. നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് കാണും. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു വർഷം കഴിയുമ്പം ഒരു ദിവസം കൂടും എന്ന് നോക്കിക്കാണും. ഇനി എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തതെന്നുകൂടെ ഞാൻ പറയട്ടെ. ഇതിൻ്റെ പുറകിലുള്ള ഒരു തത്വം പറയട്ടെ, ഇതിൻ്റെ ലോജിക്കൂടെ പറയട്ടെ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാലേ, അതിൻ്റെ റീസൺ ഇതായിരുന്നു. ഒരു സാധാരണ വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം 365ആണ്. ഈ 365-നകത്ത് നമ്മൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കാണണം. എങ്ങനെ ഓഡ് ഡേയ്സ് കാണുന്നത്? ഓഡ് ഡേയ്സ് കാണാൻ വേണ്ടി എത്ര കൊണ്ട് ഹരിക്കണം? 7 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 365-നെ 7 കൊണ്ട് ഹരിക്കുമ്പം 36-നകത്ത് 7, 5 7 35 പോയി കഴിഞ്ഞാൽ ബാക്കി 1, 5 താഴെ 15. 15-നെ 7 കൊണ്ട് ഹരിച്ച 15 7 2, 2 7 14 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1 അല്ലേ? ഇപ്പൊ ഒന്ന് നോക്കിയേ. ഒരു സാധാരണ വർഷത്തിലെ 365 ദിവസത്തിലെ ഓഡ് ഡേയ്സിന്റെ എണ്ണം കിട്ടിയത് 1 കിട്ടിയേ. ഓഡ് ഡേയ്സിന്റെ എണ്ണം 1 ആയതുകൊണ്ടാണ് ഇവിടെ ഒരു സാധാരണ വർഷം കഴിയുമ്പം നമ്മൾ എത്ര കൂട്ടുന്നേ? 1 കൂട്ടുന്നേ. ഇത്രയേ ഉള്ളൂ. പിടി കിട്ടിയോ? ഇവിടെ സാധാരണ വർഷത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 ആയതുകൊണ്ടാണ് ഒരു സാധാരണ വർഷം കഴിയുമ്പം നമ്മൾ എത്ര കൂട്ടും? 1 കൂട്ടും. 1 കൂട്ടിയത് കൊണ്ടാണ് ബുധനിൻ്റെ കൂടെ 1 കൂട്ടി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് വ്യാഴം എന്ന് കിട്ടിയത്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഉറപ്പായി കാണും. ഇങ്ങനെ വരുന്ന ഏത് കണക്ക് വന്നാലും എന്ന് വെച്ചാൽ മുകളിലും താഴെയും ലീപ്പ് ഇയർ ഇല്ലാത്ത സാധാരണ വർഷത്തിൻ്റെ ഏത് കണക്ക് ഒരു വർഷത്തിൻ്റെ ഡിഫറൻസ് വന്നാലും നിങ്ങളത് ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു കണക്ക് ഉറപ്പിക്കാൻ റെഡിയാണല്ലോ? റെഡിയാണെങ്കിൽ, ഉറപ്പാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ തൊട്ടടുത്ത ടൈപ്പിലേക്ക് പോയി ഇതുമായിട്ട് ബന്ധിച്ച് അടുത്ത ടൈപ്പ് ഉടങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കണക്കിലേക്ക് വരാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടൈപ്പിലേക്ക് നമുക്ക് വരാം. ടൈപ്പ് 4. ഈ ഒരു ടൈപ്പ് കൂടെ ആകുമ്പം ഇയറിൻ്റെ കണക്കിൻ്റെ വർഷമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം ഈ ഒരു ടൈപ്പ് ക്ലിയർ ആണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്ന കലണ്ടറിൻ്റെ എല്ലാ കണക്കുകളും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. എന്നാൽ ഇതൊന്ന് ശ്രദ്ധിച്ച് വരണം. എല്ലാവരും ഞാൻ പറയുന്നതെന്ന് കേൾക്കണം. 2023 ജനുവരി 10 വെള്ളിയാഴ്ചയാണെങ്കിൽ 2024 ജനുവരി 10 ഏത് ദിവസം എന്നാണ് ചോദ്യം. 2023 ജനുവരി 10 വെള്ളിയാഴ്ചയാണെങ്കിൽ 2024 ജനുവരി 10 ആണ് ചോദ്യം. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഒന്ന് പറ, വർഷത്തിൻ്റെ മാറ്റമാണ്. 2023 2024 ചോദ്യം. ഡേ സെയിമാ? ഡേ ഒന്ന് നോക്ക്, ഞാനൊന്ന് പറയാം, എല്ലാവരും ഒന്ന് നോക്ക്. ആദ്യം എന്തുവാ നോക്കണ്ടേ? ഡേ സെയിം ആണോ? ജനുവരി 10 ജനുവരി 10 കഴിഞ്ഞു. ഡേ സെയിം ആണ്, ശരി, സമ്മതിച്ചു. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് എന്താ? തന്നിരിക്കുന്ന വർഷത്തിൽ, വർഷം ഏതൊക്കെയാ? 2023 2024 ഇതല്ലേ വർഷം. തന്നിരിക്കുന്ന വർഷത്തിൽ മുകളിലോ താഴെയോ ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതല്ലേ രണ്ടാമത്തെ പോയിന്റ്. ചെക്ക് ചെയ്യാം. പറ. 23 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 5 × 4 20. 23 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ല. എന്നാൽ പിന്നെ 24 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ്, ശരിയല്ലേ? 6 × 4 = 24. സോ ഒരു കാര്യം മനസ്സിലായി, 24 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളാ. അങ്ങനെ 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ പറയും 2021 എന്ന് പറഞ്ഞാൽ എന്താടേ? ലീപ്പ് ഇയർ ആണ്. ഇത് പിടികിട്ടിയോ? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്ന് വെച്ചാൽ മേളിലോ താഴെ ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചു. നേരത്തെ ചെയ്ത ഒരു കണക്കിനകത്തും ടൈപ്പ് 3 ഒരു ക്വസ്റ്റിനകത്തും മുകളിലും താഴെയും ലീപ്പ് ഇയർ ഇല്ലായിരുന്നു. എപ്പോഴും സാധാരണ വർഷമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, ആണല്ലോ. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലായി 2024. ഈ 2024-നകത്തെ 24 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് പിടികിട്ടി 24 എന്ന് പറഞ്ഞാൽ
ലീപ്പ് ഇയർ ആന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 24 ലീപ്പ് ഇയർ ആന്ന് മനസ്സിലായി. എന്നാൽ ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും നല്ലതുപോലെ മനസ്സിലാക്കണം. ലീപ്പ് ഇയർ ആന്ന് മനസ്സിലായി. എന്നാൽ നിങ്ങൾ പഠിക്കേണ്ട ഇതാ, ഒരു വർഷമല്ലേ കൂടുന്നേ, ഒരു വർഷമാണ് കൂടുന്നേ. ഇവിടെ ഒന്ന് പഠിച്ചതാ, ഇങ്ങനെ പഠിച്ചേ, സെയിം ഡേയ്സ് ഒരു വർഷം കൂടുകയെന്നാൽ സാധാരണ വർഷമാണെങ്കിൽ 1 കൂട്ടുക, സാധാരണ വർഷമാണെങ്കിൽ 1 കൂട്ടുക, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടുക. പഠിച്ചേ? ഇത് പഠിച്ചോ ഒന്ന് പറ. സെയിം ഡേയ്സ് ഒരു വർഷം കൂടുകയെന്നാൽ സാധാരണ വർഷമാണെങ്കിൽ 1 കൂട്ടും, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടും. ഇതാദ്യം മനസ്സിൽ ഉറപ്പിക്ക്. സാധാരണ വർഷമാണെങ്കിൽ 1 കൂട്ടും, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടും. ഇത് പഠിച്ചു. ക്ലിയർ? ഇനി രണ്ടാമത്തെ പോയിന്റ് കൂടെ ഞാൻ പറയാം. ഇതുകൂടെ കേൾക്കണം. ഇതുകൂടെ കേട്ടാലേ ഉത്തരവുള്ളൂ. സാധാരണ വർഷം വിട്, ലീപ്പ് ഇയർ ആണെങ്കിൽ എത്ര കൂട്ടും? 2 കൂട്ടും. അങ്ങനെയാണേ പഠിച്ചേ. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് കൂടെ കേട്ടോ. ഒരു ലീപ്പ് ഇയറിനെ ചോദ്യത്തിൽ ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ, ചോദ്യത്തിൽ ഇവിടെ ലീപ്പ് ഇയർ ഉണ്ടല്ലോ, ലീപ്പ് ഇയർ ഉണ്ട്. എന്നാൽ ഇതുകൂടെ കേട്ടോ. ഒരു ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയർ ആയിട്ട് നമുക്ക് പരിഗണിക്കണമെങ്കിൽ, ഒരു ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയർ ആയിട്ട് നമുക്ക് പരിഗണിക്കണമെങ്കിൽ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29-ാം തീയതി വരണം. എന്തോ ഞാൻ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. ലീപ്പ് ഇയറിനെ നമുക്ക് ലീപ്പ് ഇയറായി പരിഗണിക്കണമെങ്കിൽ, ലീപ്പ് ഇയറിനെ നമുക്ക് ലീപ്പ് ഇയറായി കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വരണം. ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വരണം. അങ്ങനെ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വന്നെങ്കിൽ മാത്രമേ നമ്മളത് ലീപ്പ് ഇയറായിട്ട് പരിഗണിക്കൂ. അങ്ങനെ ലീപ്പ് ഇയറായിട്ട് പരിഗണിച്ചെങ്കിൽ മാത്രമേ നമ്മൾ 2 കൂട്ടൂ. അല്ലെങ്കിൽ സാധാരണ വർഷമായിട്ട് പരിഗണിച്ച് 1 കൂട്ടൂ. ഇത് ക്ലിയറായോ? ഇതൊന്ന് പറഞ്ഞ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്, ഈ 2 പോയിന്റ്സ് ഞാനൊന്ന് പറയുക. നിങ്ങൾ ബുക്കിലങ്ങ് എഴുതിക്കും. ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അങ്ങ് റെഡിയോ. ഇത്രയുള്ള ആദ്യത്തെ പോയിന്റ് ഞാൻ പറയുന്ന ഏതാ? ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയുന്ന ഏതാ? സെയിം ഡേയ്സ് ഒരു വർഷം കൂടുകയെന്നാൽ സാധാരണ വർഷമായാൽ 1 കൂട്ടണം, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടണം. കഴിഞ്ഞു. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. സാധാരണ വർഷമാണെങ്കിൽ 1 കൂട്ടണം, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടണം. രണ്ടാമത്തെ പോയിന്റ് ഇത് കേട്ടോണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ്. അത് ലീപ്പ് ഇയറിനകത്തുള്ളൊരു പോയിന്റ്. അതിങ്ങനെയാണ്: ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയറായിട്ട് പരിഗണിക്കണമെങ്കിൽ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വരണം. ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയറായിട്ട് പരിഗണിക്കണമെങ്കിൽ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വരണം. ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വന്നാൽ അതിനെ ലീപ്പ് ഇയറായിട്ട് പരിഗണിച്ച് നമുക്ക് 2 കൂട്ടാം. അല്ലെങ്കിൽ അതിനെ ലീപ്പ് ഇയറായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് 1 കൂട്ടാൻ പറ്റും. റെഡിയല്ലേ? എന്നാൽ ഇനി ഈ കണക്കിലേക്ക് വരാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇനി നമ്മളിതാ ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് നോക്കുക. പറ, ജനുവരി 10 ഡേ സെയിം. ശരി, 2023 എന്ന് പറഞ്ഞ സാധാരണ വർഷമാണ്, ഇത് ലീപ്പ് ഇയർ അല്ല. 2024 ലീപ്പ് ഇയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ലീപ്പ് ഇയർ ആണെങ്കിൽ ആദ്യം നമ്മൾ പഠിച്ച പോയിന്റ് എന്താ? ലീപ്പ് ഇയർ ആണെങ്കിൽ എത്ര കൂട്ടണം? 2 കൂട്ടണം. ഇതല്ലേ പഠിച്ചേ? ശരി, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടണം എന്ന് എഴുതി വെച്ചു. ഇനി രണ്ടാമത്തെ പോയിന്റ് കൂടെ പറഞ്ഞിട്ടേ ഉത്തരം എഴുതാം. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടാൻ. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് കൂടെ പറ. ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയറായി പരിഗണിക്കണമെങ്കിൽ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വന്നോ എന്ന് ചെക്ക് ചെയ്യണം. ഏതാ? ലീപ്പ് ഇയർ 2024. ഇത് ലീപ്പ് ഇയർ ആയിട്ട് എടുക്കണമെങ്കിൽ ഈ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്തേ. 2024 ഫെബ്രുവരി 29 വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തേ. അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ
ഫെബ്രുവരി 29 വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ചോദ്യം നിങ്ങളിതാ ഇതുപോലെ വായിക്കണം. ആദ്യത്തെ ഡേ മുതൽ അവസാനത്തെ ഡേ വരെ എന്ന് വായിക്കണം. അങ്ങനെ വായിക്കണം. അങ്ങനെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് പറഞ്ഞേ, ആദ്യത്തെ ഡേ മുതൽ അവസാനത്തെ ഡേ വരെ എന്ന് വായിക്കണം. ഒന്ന് വായിച്ചേ. ആദ്യത്തെ ഡേ 2023 ജനുവരി 10 മുതൽ, എവിടെ മുതൽ? 2023 ജനുവരി 10 മുതൽ എവിടം വരെ? 2024 ജനുവരി 10 വരെ. ഓക്കെ ആണേ? ഒന്ന് വായിച്ച്. 2023 ജനുവരി 10 മുതൽ 2024 ജനുവരി 10 വരെയാണ് ചോദ്യം. ഓക്കെ, അന്നേരം ഒന്ന് പറഞ്ഞേ. 2023 ജനുവരി 10 തൊട്ട്. ഇപ്പം 2023 ജനുവരി 10 തൊട്ടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ 2023 ജനുവരി കഴിഞ്ഞാൽ 2023 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അങ്ങനെ പറഞ്ഞ് എവിടം വരെ പറയണം? 2024 ജനുവരി 10 വരെ പറയണം. ഓക്കെ, കണ്ടീഷൻസ് ഒക്കെ കഴിഞ്ഞു. ഒന്ന് പറ, എവിടം വരെ പറഞ്ഞു? 2024 ജനുവരി 10 വരെ. ജനുവരി 10 വരെ ഒന്ന് പറഞ്ഞേ. 2024 ജനുവരി 10 വരെയല്ലേ ഉള്ളു? 2024 ജനുവരി 10 വരെ ഉള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ. 2024 ഫെബ്രുവരി 29 വന്നോ? ഒന്ന് പറ. 2024 ജനുവരി 10 വരെ ഉള്ളു എന്ന് പറഞ്ഞാൽ 2024 ഫെബ്രുവരി 29 വന്നോ? വന്നില്ല. ജനുവരി 10 വരെ ഉള്ളു. അതുകൊണ്ട് 2024 ഫെബ്രുവരി 29 വന്നില്ല എന്ന് മനസ്സിലായി. ഫെബ്രുവരി പോലും ഇല്ല, ജനുവരി 11 പോലും ഇല്ല, ജനുവരി 10 വരെയുള്ള. ഓക്കെ, അന്നേരം നമുക്ക് മനസ്സിലായി 2024 എന്ന് പറഞ്ഞ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നമുക്ക് ലീപ്പ് ഇയർ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഫെബ്രുവരി 29 ഉണ്ടെങ്കിലേ ലീപ്പ് ഇയർ ആയിട്ട് എടുക്കാൻ പറ്റൂ. ലീപ്പ് ഇയർ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ലീപ്പ് ഇയർ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് 2 കൂട്ടാനും പറ്റില്ല. ലീപ്പ് ഇയർ ആണെങ്കിലേ 2 കൂട്ടാൻ പറ്റൂ. ലീപ്പ് ഇയർ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് 2 കൂട്ടാനും പറ്റില്ല. അതുകൊണ്ട് സാധാരണ വർഷമായി പരിഗണിച്ച് നമ്മൾ എത്ര കൂട്ടും? 1 കൂട്ടും. 1 കൂട്ടും. ഒന്ന് പറ. 1 കൂട്ടും എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് തൊട്ടടുത്ത ദിവസം ശനിയാഴ്ചയാണ് നമ്മുടെ ഉത്തരവെന്ന് പറയുമ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ഇപ്പം ഇത് റെഡിയായി കാണും. നല്ലപോലെ ഒന്ന് കേൾക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇതാണ്, ഈ കണക്കാണ് നമുക്ക് ഇനി മുമ്പോട്ട് പോകുന്ന എല്ലാ കണക്കിൻ്റെ ഒരു അടിസ്ഥാനം. ഈ ഇയറാണ്, ഈ വർഷത്തിൻ്റെ കണക്കാണ് PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്നത്. അതിങ്ങനെ ഒരു വർഷമൊന്നും ആവണമെന്നില്ല, ഒന്നിൽ കൂടുതൽ വർഷമൊക്കെ ചോദിക്കും. 5 വർഷവും 10 വർഷവും 15 വർഷവും 50 വർഷമൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത് നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ ഇനി ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് റെഡിയാണെന്ന് നോക്ക്. ഒന്നുകൂടെ ഒന്ന് കാണാം. ഈ ചോദ്യം തന്നെ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് വന്നാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് തീർക്കാം. റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. എല്ലാവർക്കും അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് ശരിയാക്കണം. നിങ്ങളത് റെഡിയാക്കി നിങ്ങളുടെ കണ്ടന്റ് ഉറപ്പിക്കണം. ഓക്കെ, ഒന്ന് നോക്കിക്കോ. ഇതിലൂടെ ഞാനൊന്ന് പറയും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. ഇതിലൂടെ ചെയ്തിട്ട് ബാക്കിയുള്ള കണക്കുകളൊക്കെ നിങ്ങൾ തനിയെ ചെയ്യും. 2019 ഏപ്രിൽ 23 എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. എന്നാൽ 2020 ഏപ്രിൽ 23 എന്ന് പറഞ്ഞാൽ എന്നാണ്, ഏത് ദിവസം എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കതിലേക്ക് വരാം. ആദ്യം നമ്മളിതൊക്കെ നോക്കിവിടും. ഏപ്രിൽ 21 സിമ്പിളാണ്. ഈ ഡേ ഒക്കെ സെയിം ആണ്, അതങ്ങ് വിട്ടേക്കാം. പോട്ടെ, ഡേ സെയിം. അത് കഴിഞ്ഞു. നമ്മുടെ പോയിന്റിലേക്ക് പോവാം. നമ്മുടെ പോയിന്റ് മുകളിലോ താഴെയോ എവിടെയും ലീപ്പ് ഇയർ ഉണ്ടോ? 2019 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, ലീപ്പ് ഇയർ അല്ല. 2020 നമുക്ക് വ്യക്തമാണ്. 20 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളാണ്. സോ ലീപ്പ് ഇയർ ഉണ്ടെന്ന് മനസ്സിലായി. റെഡിയാണ്? ലീപ്പ് ഇയർ ഉണ്ട്. ഇപ്പോഴേ എഴുതി വെക്കാം. ലീപ്പ് ഇയർ ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എത്ര കൂട്ടണം? 2 കൂട്ടണം. അത് നമുക്കറിയാം. സാധാരണ വർഷമാണെങ്കിൽ 1 കൂട്ടണം, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടണം. അതറിയാം, അത് എഴുതി വെച്ചു.
ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ രണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്താ? ലീപ്പ് ഇയർ ആകുമ്പോൾ രണ്ട് കൂട്ടാം. പക്ഷേ എപ്പോഴാ രണ്ട് കൂട്ടണ്ടേ? ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയറായിട്ട് പരിഗണിക്കണമെങ്കിൽ ലീപ്പ് ഇയറിൽ 2020 ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വരണം. വന്നോ? 2020 ഫെബ്രുവരി 29 ഇവിടെ വന്നോ എന്നറിയണം. അങ്ങനെ വന്നെങ്കിൽ രണ്ട് കൂട്ടാൻ പറ്റൂ. എന്നാൽ നമുക്ക് നോക്കാം. പറ, എവിടം മുതൽ തുടങ്ങും, എവിടം മുതൽ തീരും എന്നറിയണം അല്ലേ? ചോദ്യം എവിടെ തുടങ്ങും? ഫെബ്രുവരി 29 വന്നോന്നല്ലേ നോക്കണ്ടേ? 2020 ഫെബ്രുവരി 29 വന്നോന്നല്ലേ നോക്കണ്ടേ? അതിന് ചോദ്യം എവിടെ തുടങ്ങും? 2019 ഏപ്രിൽ 23 മുതൽ, അങ്ങനെ വായിക്കണം. ഇത് മുതൽ ഇതുവരെ എന്ന് വായിക്കണം. 2019 ഏപ്രിൽ 23 മുതൽ 2020 ഏപ്രിൽ 23 വരെ എന്ന് വായിക്കണം. അതെങ്ങനെയാണ്? 2019 ഏപ്രിൽ 23 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്, അതുതൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 2019 ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയി. അത് കഴിഞ്ഞ് 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 23 വരായി. അങ്ങനെയാണ്. ശരി, അന്നേരം ഒന്ന് പറഞ്ഞേ, 2020 ഏപ്രിൽ 23 വരെ ഉണ്ട്. 2020 ഏപ്രിൽ 23 വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ 2020 ഫെബ്രുവരി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഈ ഏപ്രിൽ തൊട്ട് 2020 ഏപ്രിൽ 23 വരെ എന്ന് പറയുമ്പം 2020 ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ് 2020 ഏപ്രിൽ 23 വന്നേ. സോ 2020 ഫെബ്രുവരി 29 വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലായി. 2020 ഫെബ്രുവരി 29 ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. സോ 2020 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. 2020 ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. ഇത് ലീപ്പ് ഇയറായി പരിഗണിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ലീപ്പ് ഇയറായിട്ട് പരിഗണിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എത്ര കൂട്ടും? 2 കൂട്ടും. സിമ്പിൾ. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 അല്ലേ കൂട്ടണ്ടേ, അല്ലെങ്കിൽ അല്ലേ 1 കൂട്ടണ്ടേ. ഇത് ലീപ്പ് ഇയർ ആണല്ലോ. ഫെബ്രുവരി 29 ഉണ്ടെങ്കിൽ ലീപ്പ് ഇയർ ആണല്ലോ. സോ 2 കൂട്ടും. 2 കൂട്ടും. 2 കൂട്ടും എന്ന് പറഞ്ഞാൽ ചോദ്യം വെള്ളിയുടെ കൂടെ 2 കൂട്ടും. 1 കൂട്ടുമ്പോൾ ശനി, 2 കൂട്ടുമ്പം ഞായറാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇപ്പോൾ ഇത് ഓക്കെ ആണല്ലോ, റെഡിയാണല്ലോ, വ്യക്തമാണ്, ക്ലിയർ. എന്നാൽ 2 കണക്കൂടെ നമുക്ക് ചെയ്യാം. 2 കണക്കൂടെ നിങ്ങളിനി തനിയെ ചെയ്യണം. അത് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് അങ്ങ് ഉറപ്പിക്കണം. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 ചോദ്യമല്ല, ഒരു 4 ചോദ്യം ചെയ്യാം. അന്നേരം ഇതുകൂടെ ചെയ്യുമ്പം ഇതങ്ങ് റെഡിയാവും. ഇതാ ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ഈ 4 ചോദ്യം നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതിയിട്ട് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഈ 4 എണ്ണത്തിന് ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയുമ്പം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അങ്ങനെ വേണം ഇത് പഠിക്കാൻ. ആദ്യം എല്ലാവരും ഈ 4 ചോദ്യം അങ്ങ് എഴുതിയേ, ബുക്കിലോട്ടങ്ങ് എഴുതിയേ. എന്നിട്ട് ഈ 4 ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് വെക്ക്. ഞാൻ പറയുമ്പം അത് ശരിയാണെന്ന് കണ്ടുപിടിച്ച് അതങ്ങ് ഉറപ്പിക്കണം. ഓക്കെ, എന്നാൽ ചെയ്ത് നോക്കിക്കാണാം. ഇനി ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ചോദ്യത്തിലേക്ക് പോവാം. എന്താ ചോദ്യം? 2012 ജൂൺ 10 ഞായറാഴ്ചയായാൽ 2013 ജൂൺ 10 ദിവസം. ഓക്കെ, ഞാൻ നോക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ഇനി പറഞ്ഞങ്ങ് പോത്തേ ഉള്ളേ, കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞേ ഇനി പറഞ്ഞങ്ങ് തീർക്കുക. ഡേ നോക്കുമ്പോൾ ജൂൺ 10 ഡേ സെയിം. ശരി, അത് കഴിഞ്ഞു. വർഷം 2012 2013 ലീപ്പ് ഇയർ ഉണ്ടോ? 2013 ലീപ്പ് ഇയർ അല്ല. 13 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. പക്ഷേ 2012 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ ഇത് ലീപ്പ് ഇയർ ഉണ്ടെന്ന് മനസ്സിലായി. ലീപ്പ് ഇയർ ഉണ്ട്. ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. 2 കൂട്ടണോ 1 കൂട്ടണമെന്ന് മനസ്സിലാക്കണം. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടും, അല്ലെങ്കിൽ 1 കൂട്ടും. ഇനി എങ്ങനെയാണ് ലീപ്പ് ഇയർ ആയിട്ട് എടുക്കണ്ടേ? ലീപ്പ് ഇയർ ആകണമെങ്കിൽ ഈ 2012 ഫെബ്രുവരി 29 വരണം. അത് വന്നോ? ഓക്കെ, ചോദ്യം വായിക്കേണ്ടത് എങ്ങനെ? എവിടം തൊട്ട് എവിടം വരെ ഇത് വായിക്കണം. എവിടം മുതൽ? 2012 ജൂൺ 10 മുതൽ 2013 ജൂൺ 10 വരെ. 2012 ജൂൺ 10 മുതൽ 2013 ജൂൺ 10 വരെ എന്ന് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് റെഡിയായി. എവിടം തൊട്ടാ? 2012 ജൂൺ 10 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യൂ. ഇങ്ങനെ 2012 ജൂൺ 10 തുടങ്ങിക്കഴിഞ്ഞാൽ ജൂൺ കഴിഞ്ഞാൽ 2012 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ പോവും. ഒരു കാര്യം ഉറപ്പായി, 2012 ജൂൺ 10 തൊട്ട് തുടങ്ങുവാണെങ്കിൽ 2012 ഫെബ്രുവരി വരുന്നില്ല, റെഡിയാണ്. 2012 ജൂൺ 10 തൊട്ടല്ലേ തുടങ്ങുന്നേ. അന്നേരം 2012 ഫെബ്രുവരി ഇവിടെ ഇല്ല. ഇപ്പോഴേ പറയും 2012 ഫെബ്രുവരി ഇല്ലേ.
2012 ഫെബ്രുവരി ഇല്ലെങ്കിൽ പിന്നെ ഇത് എന്തല്ല, ലീപ്പ് ഇയർ അല്ല എന്ന് പറയും. ശരിയല്ലേ? ലീപ്പ് ഇയർ അല്ല. ഫെബ്രുവരി ഇല്ലാത്തതുകൊണ്ട് അത് ലീപ്പ് ഇയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ലീപ്പ് ഇയർ അല്ലെങ്കിൽ എത്രയെ കൂട്ടാൻ പറ്റൂ? 1 കൂട്ടാൻ പറ്റൂ. സാധാരണ വർഷമായിട്ട് പരിഗണിച്ച് 1 കൂട്ടുമ്പം ഞായറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയും. എല്ലാവരുടെ ഉത്തരം ശരിയായിരിക്കും. ഞാൻ കണ്ടുപിടിച്ചത് നിങ്ങൾ ചെക്ക് ചെയ്തങ്ങ് പോകത്തേ ഉള്ളൂ. ഉത്തരം തിങ്കളാഴ്ചയാണ്. അല്ലാതെ ഇങ്ങനൊന്നും ചിന്തിക്കരുത്. ഒന്ന് ആലോചിച്ച് ഒന്നുകൂടെ നോക്കിയേ. ഈ 2012 ലീപ്പ് ഇയർ ആണ്, 4 മൾട്ടിപ്പിൾ ആകുമ്പോൾ ലീപ്പ് ഇയർ ആണ്. സോ ജൂൺ ആകുമ്പം ഫെബ്രുവരി കഴിഞ്ഞിട്ടല്ലേ ജൂണിൽ വന്നേ. അതായത് ഓൾറെഡി ലീപ്പ് ഇയർ ആയല്ലോ. എന്നാൽ ലീപ്പ് ഇയർ ആയിട്ടല്ലേ പരിഗണിക്കേണ്ട എന്നൊന്നും ചിന്തിക്കരുത്. അതിലൊന്നും ഒരു തർക്കമില്ല. ഇങ്ങനെ 2012 ലീപ്പ് ഇയർ ആണെന്നതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ എവിടെയെങ്കിലും ലീപ്പ് ഇയർ വന്നാൽ മതിയോ? ലീപ്പ് ഇയർ വരണമെങ്കിൽ, ആ ലീപ്പ് ഇയറിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണമെങ്കിൽ, ആ +2 നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ ലീപ്പ് ഇയറിനകത്ത് ഫെബ്രുവരി 29 വരണം. അങ്ങനെ വന്നെങ്കിലേ നമുക്ക് ആ അഡ്വാൻറ്റേജ് കിട്ടി. ഫെബ്രുവരി 29 ആകുമ്പോൾ അഡീഷണൽ ഒരു ഡേറ്റ് വരത്തില്ലേ, അതുകൂടെ കൂട്ടി 2 കൂട്ടാൻ പറ്റൂ. ഇവിടെ ചോദ്യം നോക്കുമ്പം നമ്മുടെ ചോദ്യത്തിൽ 2012 ഫെബ്രുവരി 29 അവിടെ വരത്തില്ല. കാരണം ജൂണിൽ തുടങ്ങുക. ശരിയല്ലേ? അതുകൊണ്ട് ലീപ്പ് ഇയറിൻ്റെ അഡ്വാൻറ്റേജ് ഇല്ലാത്തത് കൊണ്ട് സാധാരണ വർഷമായിട്ട് പരിഗണിച്ച് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ 1 കൂട്ടും. 1 കൂട്ടുമ്പോഴാണ് തിങ്കളാഴ്ച. ഡൗട്ടൊന്നുമില്ലേ? ഇത്രയേ ഉള്ളൂ. ബെറ്റ് നോക്കണം. ബെറ്റ് നോക്കുമ്പോൾ ഫെബ്രുവരി 29 വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ. എന്നാൽ 3 ക്വസ്റ്റ്യനോടെ ശരിയാണെന്ന് നോക്കിക്കും. ഇനി ഞാനങ്ങ് പറയും. 2016 ജനുവരി 25 വ്യാഴാഴ്ച, 2017 ജനുവരി 25 ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഡേ സെയിം. ഓക്കെ. 2016 2017 ലീപ്പ് ഇയർ അല്ല, വേണ്ട, നോക്കണ്ട. 2016 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. ശരി, നോക്കണം. ഓക്കെ, ഇത് ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. ഇനി ഇതിനെ ലീപ്പ് ഇയർ ആയിട്ട് എടുക്കാൻ പറ്റുമോ? 2016 ലീപ്പ് ഇയർ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ലീപ്പ് ഇയർ ആയിട്ട് എടുക്കണമെങ്കിൽ 2016 എന്ത് വരണം? ഫെബ്രുവരി 29 വരണം. എന്ന ചോദ്യം ഇങ്ങനെ വായിക്കുക, ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക. 2016 ജനുവരി 25 മുതൽ 2017 ജനുവരി 25 വരെ. ഓക്കെ. 2016 ജനുവരി 25 മുതൽ തുടങ്ങും. 2016 ജനുവരി 25 തൊട്ട് തുടങ്ങുവാണെങ്കിൽ അത് കഴിഞ്ഞാൽ 2016 തന്നെ ജനുവരി 25 കഴിഞ്ഞാൽ പിന്നെ 2016 ഫെബ്രുവരി വരും. അന്നേരം 2016 ഫെബ്രുവരി 29 അതിനകത്ത് വരും. സോ ഇതിനകത്ത് 2016 ഫെബ്രുവരി 29 വരുന്നുണ്ട്. അതുകൊണ്ട് 2016 എന്ന് പറഞ്ഞാൽ എന്താണ്? ലീപ്പ് ഇയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി 29 ഉണ്ടെങ്കിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ എത്ര കൂട്ടണം? 2 കൂട്ടണം. 2 കൂട്ടുമ്പോൾ വ്യാഴത്തിൻ്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ശനിയാഴ്ചയാണ് ഉത്തരം എന്ന് പറയുമ്പം ഇതങ്ങ് തീരും. ഓക്കെ, ഉത്തരം ശനിയാഴ്ചയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഓക്കെ ആണേ? ക്ലിയർ ആണ്, സംശയമില്ല. എന്നാൽ നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യനോട് അങ്ങ് പറഞ്ഞ് ഇത് കംപ്ലീറ്റ് ചെയ്യാം. പറ. 2015 ഫെബ്രുവരി 10 വെള്ളി. ചോദ്യം 2016 ഫെബ്രുവരി 10 ഡേ. ഫെബ്രുവരി 10 ഫെബ്രുവരി 10 ഡേ സെയിം ആണ്. ഡേ സെയിം ആണല്ലോ. ഡേ സെയിം ആണെങ്കിൽ ലീപ്പ് ഇയർ ഉണ്ടോ? 2015 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ല. 2016 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ ലീപ്പ് ഇയർ ഫെബ്രുവരി 29 വന്നോ? വായിക്ക്. എവിടം തൊട്ട്? 2015 ഫെബ്രുവരി 10 മുതൽ. 2015 ഫെബ്രുവരി 10 മുതൽ എവിടം വരെ? 2016 ഫെബ്രുവരി 10 വരെ. ഉറപ്പായി 2016 ഫെബ്രുവരി 10 വരെ ഉള്ളു. 2016 ഫെബ്രുവരി 11 പോലും ഇല്ല. 2016 ഫെബ്രുവരി 10 വരെ ഉള്ളു. 2016 ഫെബ്രുവരി 11 പോലും ഇല്ല. അപ്പം നമ്മൾ ഉറപ്പിക്കും ലീപ്പ് ഇയറിനകത്ത് 2016 ഫെബ്രുവരി 29 വരത്തില്ല. കാരണം ഫെബ്രുവരി 10 വരെ ഉള്ളു. ഫെബ്രുവരി 29 വരത്തില്ല. ലീപ്പ് ഇയർ അല്ല. അതുകൊണ്ട് ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ലെങ്കിൽ എത്ര കൂട്ടു? 1 കൂട്ടു. 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ വെള്ളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ശനിയാഴ്ചയാണ് ഉത്തരം എന്ന് പറയും. അങ്ങനെയാകുമ്പോൾ അതങ്ങ് തീരും. ക്ലിയർ ആയല്ലോ? ഓക്കെയാണ്, റെഡിയാണ്. എന്നാൽ ഇതുകൂടെ നിങ്ങൾ ശരിയാക്കി കാണും, എനിക്കത് ഉറപ്പാണ്. ഇത്രയും ചെയ്ത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്ത് കാണാം. ഞാനതങ്ങ് പറയുക. ഫെബ്രുവരി 5 ഫെബ്രുവരി 5 ഡേ സെയിം. ശരി. എന്നാൽ ഇയറിലേക്ക് പോകും. 2020 2021 ലീപ്പ് ഇയർ അല്ല, സംശയം വേണ്ട.
2020 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണല്ലോ. എന്നാൽ ഇത് ലീപ്പ് ഇയർ ആണോ? പരിഗണിക്കാവോ? പറ. എവിടം തൊട്ട്? 2020 ഫെബ്രുവരി 5 തൊട്ട് തുടങ്ങും. ഉറപ്പായി 2020 ഫെബ്രുവരി 5 തൊട്ട് തുടങ്ങുവാണെങ്കിൽ 2021 വരെ ഉണ്ട്. 2021 ഫെബ്രുവരി 5 വരെ ഉണ്ട്. സോ 2020 ഫെബ്രുവരി 5 തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ 2020 ഫെബ്രുവരി 5 കഴിഞ്ഞാൽ ഫെബ്രുവരി 6, ഫെബ്രുവരി 7 അങ്ങനെ പോയി 2020 ഫെബ്രുവരി 29 അവിടെ വരുമല്ലോ. സോ ലീപ്പ് ഇയറിൽ 2020 ഫെബ്രുവരി 29 ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിച്ച് എത്ര കൂട്ടും? 2 കൂട്ടും. 2 കൂട്ടുമ്പോൾ ചൊവ്വ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം, 1 ബുധൻ, 2ാമത്തെ ദിവസം ആകുമ്പം വ്യാഴാഴ്ചയാണ് ഈ കണക്കിൻ്റെ ഉത്തരം. ഇങ്ങനെ അങ്ങ് ഉറപ്പിക്കും. എങ്ങനെയുണ്ട്? ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 4 ചോദ്യം നിങ്ങൾക്ക് റെഡിയായോ? നിങ്ങളിത് ഒന്നുകൂടെ കാണണം. നമ്മൾ ചെയ്ത ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഈ 4ാമത്തെ ടൈപ്പിലെ ചോദ്യങ്ങൾ, ഇത് നിങ്ങൾ ഇവിടെ വെച്ച് കണ്ട് തീർക്കരുത്. ഒരിക്കൽ കൂടി നിങ്ങളിത് കാണണം. എന്നാലേ നിങ്ങൾക്കിത് ഒന്നുകൂടെ അങ്ങ് ക്ലിയർ ആവും. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇനി ഇതിനകത്ത് ഒന്നുമില്ല, ഇതങ്ങ് തീരും. ഇത്രയേ ഉള്ളൂ. ഇതങ്ങ് പഠിച്ചാൽ ലീപ്പ് ഇയേഴ്സിൻ്റെ കണക്കുകൾ കഴിയും. എങ്ങനെയാണ് നമ്മൾ പഠിച്ച് സാധാരണ വർഷമാണെങ്കിൽ മുകളിലും താഴെയും സെയിം ഡേറ്റ് ആണെങ്കിൽ എപ്പോഴും 1 കൂട്ടിയാൽ മതി. സാധാരണ വർഷമാണെങ്കിൽ എപ്പോഴും 1 കൂട്ടിയാൽ മതി. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടണം. പക്ഷേ അത് 2 കൂട്ടണമെങ്കിൽ ആ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 വരണം. വന്നാലേ 2 കൂട്ടൂ. അല്ലെങ്കിൽ സാധാരണ വർഷമായിട്ട് പരിഗണിച്ച് ലീപ്പ് ഇയറിനകത്തും 1 നമ്മൾ കൂട്ടൂ എന്നാണ് ഇത്രയും ചോദ്യങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇതൊക്കെയാണ്. ഇത് ക്ലിയർ ആണെങ്കിൽ, ഇത് വ്യക്തമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കിയോ. ഇത് നമുക്ക് കലണ്ടറിനകത്തെ ഇയറിൻ്റെ ഏത് കണക്കിന് വന്നാലും നിങ്ങൾ ചെയ്യും, ഒരു സംശയമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ടൈപ്പ് കൂടെ നമുക്കിന്ന് ചെയ്യണം. കാരണം ഈ ടൈപ്പ് കൂടെ ചെയ്തെങ്കിലേ നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. എന്നാൽ ഇതുകൂടെ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം. 2005 നവംബർ 10 ബുധനാഴ്ചയാണെങ്കിൽ 2004 നവംബർ 10 ചോദ്യം. ഓക്കെ, എന്തുവാടെ ഇതിൻ്റെ വ്യത്യാസം? ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്, ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. നേരത്തെ പഠിച്ചതുമായിട്ട് ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോടെ? ഉണ്ടല്ലോ. എന്ത് വ്യത്യാസം? നവംബർ 10 ഒരു വ്യത്യാസമില്ല. ഡേ സെയിം. ചോദ്യം 2005 എന്നിട്ട് 2004 ചോദിച്ചു. ഓക്കെ, വ്യത്യാസം മനസ്സിലായി. എന്താ വ്യത്യാസം? വർഷം ചോദിക്കുന്നത് പുറകോട്ടാണ്. ഓക്കെ, ക്ലിയർ. ചോദ്യത്തിൻ്റെ വ്യത്യാസം ഓക്കെയാണ്. എന്താ വ്യത്യാസം? എന്താ? വർഷം ചോദിക്കുന്നത് പുറകോട്ടാണ്. നേരത്തെ വർഷം ചോദിച്ചത് മുമ്പോട്ടായിരുന്നു. ഇവിടെ വർഷം ചോദിച്ചത് പുറകോട്ടാണെന്ന് മനസ്സിലായി. ശരി, ഇത്രയും കിട്ടിയാൽ മതി. ക്ലിയർ ആണേ? ചോദ്യം മനസ്സിലായേ? 2005 എന്നിട്ട് 2004 ചോദിച്ചേ, വർഷം ചോദിച്ചത് പുറകോട്ടാന്ന് മനസ്സിലായി. എന്നാൽ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് പറയുക. നിങ്ങളുടെ സ്റ്റെപ്പ് 1 ആണ്. ആ സ്റ്റെപ്പ് 1 കേട്ടാൽ മാത്രം മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒറ്റ സ്റ്റെപ്പ് നിങ്ങൾ കേട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. കലണ്ടറിൻ്റെ ചോദ്യം നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 ക്വസ്റ്റ്യൻ പഠിച്ചപ്പം മാസങ്ങൾ നമ്മൾ മുമ്പോട്ടും പുറകോട്ടും ചെയ്തു. പുറകോട്ടും ചെയ്തു. ചെയ്യാത്തവരൊക്കെ അത് പോയി കാണണം. ഓക്കെ, മുമ്പോട്ടും പുറകോട്ടും ചെയ്തു. ഇനി അവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുക. മാസം പുറകോട്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ വർഷവും പുറകോട്ട് വരുമ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഒന്നുകൂടെ പറയുക. ഇങ്ങനെ പറയും, കേട്ടെ. കലണ്ടറിൻ്റെ ഒരു ചോദ്യങ്ങളും നമ്മൾ പുറകോട്ട് ചെയ്യില്ല. ഇതും കേട്ടെ. കലണ്ടറിൻ്റെ ഒരു ചോദ്യങ്ങളും നമ്മൾ പുറകോട്ട് ചെയ്യില്ല. പുറകോട്ട് ചെയ്യുന്നതിന് പകരം ആ ചോദ്യം തിരിച്ചെഴുതി മുമ്പോട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ പിന്നെ അതങ്ങ് നോക്കാം. ഈ പറഞ്ഞ രീതി എന്താ? കലണ്ടറിൻ്റെ ഒരു ചോദ്യങ്ങളും പുറകോട്ട് ചെയ്യില്ല. ശരി, നേരെ പുറകോട്ട് ചെയ്യത്തില്ല, ഇങ്ങനെ ചെയ്യത്തില്ല. എന്നാൽ പിന്നെ പകരം എന്തുവാടാ ചെയ്യണ്ടേ? പകരം ചെയ്യേണ്ടത് എന്താ? ചോദ്യം തിരിച്ചെഴുതി മുമ്പോട്ടാക്കണ്ടേ? എന്നാൽ ഉടനെ ചോദ്യം തിരിച്ചെഴുത്. ചോദ്യം എന്താ? തിരിച്ചെഴുത്. 2004 തിരിച്ചെഴുതാമല്ലോ. 2004 ഏതുണ്ടെങ്കിൽ നവംബർ 10 ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു ദിവസമാണെന്ന് വിചാരിച്ചു, അത് ബുധനാഴ്ചയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമാണെന്ന് വിചാരിച്ചു. ഉണ്ടെങ്കിൽ 2004 നവംബർ 10 ഉണ്ടെങ്കിൽ എന്ത് കാണണം? 2005 നവംബർ 10 കാണണമെന്നും പറഞ്ഞ് എഴുതണം. ഇങ്ങനെ എഴുതാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
ചോദ്യം തിരിച്ചെഴുതാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ചേട്ടാ എന്താ ബുദ്ധിമുട്ട്? ചോദ്യം തിരിച്ചെഴുതാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ശരിയല്ലേ? നവംബർ 10 ഉണ്ട്, നവംബർ 10 കാണണം. 2004 ഉണ്ടെങ്കിൽ 2005 വർഷം മുമ്പോട്ടായി. ശരി, അത് കൊള്ളാം. വേറെ ചോദ്യം തിരിച്ചെഴുതി, അത്രയല്ലേ ഉള്ളു. എന്നാൽ ഇനി പറ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതല്ലേ നിങ്ങൾ തൊട്ട് മുമ്പുള്ള ടൈപ്പല്ലേ ടൈപ്പ് 4 ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർഷം മുമ്പോട്ടാകുമ്പോൾ എന്തോ ചെയ്യണ്ടേ? പറ. നവംബർ 10 ഡേ സൈൻ 2004 2005 വർഷം മുമ്പോട്ടാക്കി തിരിച്ചെഴുതി. അങ്ങനെ ചെയ്യുമ്പോൾ മേളിലോ താഴെ ലീപ്പ് ഇയർ ഉണ്ടോ? 2005 ലീപ്പ് ഇയർ അല്ല. 2004 എന്ന് പറഞ്ഞാൽ 4 ഫസ്റ്റ് മൾട്ടിപ്പിളാ. സോ ഇത് ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. ലീപ്പ് ഇയർ ഉണ്ട്. ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ് പറ. ലീപ്പ് ഇയർ ഫെബ്രുവരി 29 വന്നാൽ 2 കൂട്ടും. ലീപ്പ് ഇയർ ഫെബ്രുവരി 29 വന്നില്ലെങ്കിൽ 1 കൂട്ടും. പറ. ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയർ ആയിട്ട് എടുക്കാവോ? 2004 ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ? എവിടം മുതൽ എവിടം വരെ? പറ. എവിടം തൊട്ട് എവിടം വരെ എന്ന് പറ. 2004 നവംബർ 10 മുതൽ 2005 നവംബർ 10 വരെ. ഓക്കെ ആണോ? 2004 നവംബർ 10 മുതൽ തുടങ്ങും. 2004 നവംബർ 10 മുതലേ തുടങ്ങും. അപ്പോഴേ ഓക്കെ ആയി. 2004 നവംബർ 10 തൊട്ട് 2005 നവംബർ 10 വരാൻ. 2004 നവംബർ 10 തൊട്ട് തുടങ്ങുവാണെങ്കിൽ അതിന് മുമ്പുള്ള മാസങ്ങളൊന്നും 2004 ഇല്ല. കാരണം നവംബർ 10 തുടങ്ങും. നവംബർ കഴിഞ്ഞാൽ പിന്നെ 2004 ഡിസംബറിലോട്ടാണ് പോകുന്നത്. സോ 2004 അതിന് മുമ്പുള്ള ഒക്ടോബറോ സെപ്റ്റംബറോ ഓഗസ്റ്റോ ഒന്നുമില്ല. 2004 ഫെബ്രുവരി ഇല്ല. ശരിയല്ലേ? കാരണം നവംബർ തൊട്ടല്ലേ തുടങ്ങുന്നത്. 2004 ഫെബ്രുവരി ഇല്ല എന്ന് മനസ്സിലായി. 2004 ഫെബ്രുവരി ഇല്ലെങ്കിൽ പിന്നെ ഇത് ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ലെങ്കിൽ പിന്നെ എത്ര കൂട്ടു? 1 കൂട്ടു. ഇങ്ങനല്ലേ നമ്മൾ നേരത്തെ പഠിച്ച്? ഇങ്ങനല്ലേ തൊട്ട് മുമ്പുള്ള ടൈപ്പിൽ പഠിച്ച്? അങ്ങനെയാണെങ്കിൽ സാധാരണ വർഷമായിട്ട് പരിഗണിച്ച് 1 കൂട്ടാനല്ലേ പഠിച്ചേ? ഇത് കിട്ടിയല്ലോ. 1 കൂട്ടുവാന്ന് കിട്ടി. നമ്മൾ തരുന്ന ദിവസത്തിൻ്റെ അടുത്ത് 1 കൂട്ടി എഴുതാനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വരട്ടെ. എന്താണ് മാറ്റം എന്ന് പറയട്ടെ. ഇത്രയേ ഉള്ളൂ. ഇത് വർഷം മുമ്പോട്ടാകുമ്പം 1 കിട്ടിയപ്പം 1 കൂട്ടുമല്ലേ ചെയ്യണ്ടേ? ഒറ്റ കാര്യം, വർഷം പുറകോട്ടാണ് ചോദ്യമെങ്കിൽ 1 കിട്ടിയപ്പം ആ 1 കൂട്ടിയ സ്ഥാനത്ത് 1 കുറച്ചാൽ മതി. വളരെ എളുപ്പമല്ലേ? ആ 1 കൂട്ടിയ സ്ഥാനത്ത് 1 കുറച്ചാൽ മതി. 1 കുറയ്ക്കണം. 1 കുറയ്ക്കുമ്പോൾ ബുധനാഴ്ചയാണ്. 1 കുറച്ച തൊട്ട് തലേന്നെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാന്ന് പറയുമ്പം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ചോദ്യം. എളുപ്പമല്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടി കണക്കുണ്ടോ? എന്തോ പുതിയതായിട്ട് വല്ലതും പഠിച്ചോ? നിങ്ങൾ പുതിയതായിട്ട് ഒന്നും പഠിച്ചില്ലല്ലോ. ആദ്യം നിങ്ങൾ ചോദ്യം തിരിച്ചെഴുതി. എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് നിങ്ങൾ മുമ്പോട്ടങ്ങ് ചെയ്യുന്ന പോലെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്ലസ് കിട്ടി. +1 കിട്ടി. +1 കിട്ടുമ്പോൾ നിങ്ങൾ പറയും മുമ്പോട്ടായതുകൊണ്ടാണ് 1 കൂട്ടിയേ. പക്ഷേ ചോദ്യം പുറകോട്ടാണ് യഥാർത്ഥ ക്വസ്റ്റ്യൻ. പുറകോട്ടാണെങ്കിൽ ആ 1 കൂട്ടിയ സ്ഥാനത്ത് 1 കുറയ്ക്കും. ഇനി ഇവിടെ 2 കൂട്ടുന്നത് കിട്ടുന്നതെങ്കിൽ ഉത്തരത്തിൽ 2 കുറയ്ക്കും. അത്രയേ ഉള്ളൂ. പ്ലസ് മാറ്റി മൈനസ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഇതാ, പുറകോട്ട് ചെയ്യുന്നതിന് പകരം മുമ്പോട്ട് ചെയ്തിട്ട് ആ പ്ലസ്സിന് പകരം മൈനസ് കൊടുക്കണം. കിട്ടിയൊന്ന് ഉത്തരം പ്ലസ് മാറ്റി മൈനസ് കൊടുക്കണം. കാരണം 2004 പറഞ്ഞ് 2005 ചോദിച്ചാലും 2005 പറഞ്ഞ് 2004 ചോദിച്ചാലും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓർഡേഴ്സ് ഒറ്റ ദിവസങ്ങളെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ചോദിച്ചാലും അവിടുന്ന് ഇങ്ങോട്ട് ചോദിച്ചാലും ഒറ്റ ദിവസമെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. സോ ചെയ്യുന്ന രീതിക്കകത്ത് ഒരിക്കലും പുറകോട്ട് ചെയ്യണ്ട. എങ്ങനെ ചോദിച്ചാലും, മുമ്പോട്ട് ചോദിച്ചാലും പുറകോട്ട് ചോദിച്ചാലും എപ്പോഴും ചെയ്യേണ്ടത് മുമ്പോട്ടാണ്. മുമ്പോട്ട് മാത്രമേ ചെയ്യൂ. മുമ്പോട്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം ചോദ്യം പുറകോട്ടായിരുന്നെങ്കിൽ ആ പ്ലസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? മൈനസ് കൊടുക്കുമ്പം നമ്മുടെ ഉത്തരം കിട്ടും എന്നുറപ്പിക്കാം. റെഡിയാണ്? എന്നാൽ ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് ഈ കണക്ക് നിങ്ങളെ ഉറപ്പിച്ചങ്ങ് നിർത്തിയേ. ഒന്ന് ശരിയാക്കിയ എല്ലാവരും. കാരണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതുകൊണ്ട് ഈ 3 ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 3 ചോദ്യവും നിങ്ങളുടെ ബുക്കിലോട്ടൊന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ഉത്തരത്തെ കണ്ടുപിടിച്ച് വെച്ചേ. എന്നിട്ട് ഞാൻ പറയുമ്പം അത് നിങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ച് എനിക്ക് തന്നാൽ മാത്രം മതി. ഒന്ന് ചെയ്ത എല്ലാവരും. ഓക്കെ, ആദ്യത്തെ ചോദ്യം നിങ്ങൾ ചെയ്ത് കാണും. ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്തെന്ന് കാണണം. ഒന്ന് നോക്കിക്കോ. 2016 ഓഗസ്റ്റ് 10 വെള്ളി, 2015 ഓഗസ്റ്റ് 10 ഏത് ദിവസം എന്നാണ് ചോദിച്ചത്? ഓക്കെ, ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ ആദ്യം പറയും 2016 എന്നിട്ട് 2015 ചോദിച്ചു. എടാ ഇവന്മാർ ചോദ്യം പുറകോട്ട് ചോദിച്ചാൽ നമ്മളങ്ങനെ ചെയ്യത്തില്ലല്ലേ. എന്നാൽ പിന്നെ വേറെന്തിനാ ആലോചിക്കുക? തുടക്കത്തിലെ ചോദ്യം തിരിച്ചെഴുത്. 2015 ഓഗസ്റ്റ് 10 ഉണ്ടെങ്കിൽ ചോദ്യം തിരിച്ചെഴുതുമ്പം
2016 ഓഗസ്റ്റ് 10 ചോദ്യം എന്ന് മനസ്സിലായി ആണേ. ചോദ്യം എഴുതിയല്ലോ. ഇനി പറ, ഓഗസ്റ്റ് 10 2015 ഉണ്ട്. ഓക്കെ, പറ. ഓഗസ്റ്റ് 10 ഡേ സെയിം. 2015 ലീപ്പ് ഇയർ അല്ല, 2016 ലീപ്പ് ഇയർ ആണ്. ഓക്കെ, ലീപ്പ് ഇയർ ആണ്. അടുത്ത പോയിന്റ്, ലീപ്പ് ഇയർ ആണെങ്കിൽ ലീപ്പ് ഇയർ ഫെബ്രുവരി 29 വന്നോ? എവിടം തൊട്ട് തുടങ്ങി? 2015 ഓഗസ്റ്റ് 10 തൊട്ട് തുടങ്ങി. എവിടം വരെ ഉണ്ട്? 2016 ഓഗസ്റ്റ് 10 വരെ ഉണ്ട്. 2015 ഓഗസ്റ്റ് കഴിഞ്ഞ് 2015 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറും കഴിഞ്ഞ് 2016 വന്ന് 2016 ജനുവരിയും ഫെബ്രുവരിയും കഴിഞ്ഞ് ഓഗസ്റ്റ് 10 വരെ ഉണ്ട്. ഓക്കെ, അന്നേരം 2016 ഓഗസ്റ്റ് 10 വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ 2016 ഫെബ്രുവരി കഴിഞ്ഞിട്ടാ 2016 ഓഗസ്റ്റ് 10 വന്ന്. സോ 2016 ഫെബ്രുവരി 29 വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ലീപ്പ് ഇയർ ആയിട്ട് തന്നെ പരിഗണിക്കും. ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കുന്നതുകൊണ്ട് 2 കൂട്ടും. അങ്ങനല്ലേ പഠിച്ച്? ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കുന്നതുകൊണ്ട് 2 കൂട്ടും. ഇനി നിങ്ങൾ പറയും മുമ്പോട്ടായ ഇത് 2 കൂട്ടണം. എന്നാൽ പിന്നെ ചോദ്യം പുറകോട്ടായതുകൊണ്ട് എത്ര കുറയ്ക്കും? 2 കുറയ്ക്കും. മുമ്പോട്ടാണെങ്കിൽ 2 കൂട്ടും, പുറകോട്ടാണെങ്കിൽ 2 കുറയ്ക്കും. 2 കുറച്ച വെള്ളിയാഴ്ചയാണ്, 2 കുറയ്ക്കണം. 1 വ്യാഴാഴ്ച, 2 ബുധനാഴ്ചയാണ്. ഈ കണക്കിൻ്റെ ഉത്തരം എന്ന് പറയുമ്പം ഇതിവിടെ തീർന്നു. ഇത് ഓക്കെയാണ്, ഇത് ക്ലിയറായി. ഓക്കെ, ഇത് വ്യക്തമായി കാണാം. എന്നാൽ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ശരിയാണെന്ന് ഒന്ന് നോക്കിയേ. 2024 ജനുവരി 10 ഉണ്ട്. 2023 ജനുവരി 10 ചോദിച്ചപ്പം തുടക്കത്തിൽ ചോദ്യം തിരിച്ച് ഞാൻ എഴുതുകയാണ്. 2023 ജനുവരി 10 ഉണ്ടെന്ന് വിചാരിച്ചു. എന്തുവാ ചോദിച്ചേ? 2024 ജനുവരി 10 ചോദിച്ചു. ശരി, ഞാൻ ചെയ്യുകയാണേ. ഒന്ന് പറഞ്ഞേ. ജനുവരി 10 ഡേ സെയിം ആണ്. കഴിഞ്ഞു. 2023 2024 23 ലീപ്പ് ഇയർ അല്ല, 24 ലീപ്പ് ഇയർ ആണ്. ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ മുമ്പോട്ടാ, അതുകൊണ്ട് 1 കൂട്ടണോ 2 കൂട്ടണോ? 24 ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടാം. ലീപ്പ് ഇയർ ആണോ? ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ ഫെബ്രുവരി 29 വരണം. വന്നോ? എവിടം തൊട്ട്? 2023 ജനുവരി 10 തൊട്ട് തുടങ്ങും. എവിടം വരെ ഉള്ളു? 2024 ജനുവരി 10 വരെ ഉള്ളു. ഓക്കെ, അപ്പോഴേ ഓക്കെ. 2024 ജനുവരി 10 വരെ ഉള്ളു. 2024 ജനുവരി 10 വരെ ഉള്ളെന്ന് പറഞ്ഞാൽ 2024 ഫെബ്രുവരി വരത്തില്ല. സോ ലീപ്പ് ഇയർ ഫെബ്രുവരി ഇല്ല. ലീപ്പ് ഇയർ ഫെബ്രുവരി ഇല്ലെങ്കിൽ പിന്നെ ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ലെങ്കിൽ സാധാരണ വർഷമായിട്ട് എടുത്തിട്ട് 1 കൂട്ടും. എന്ന് വെച്ചാൽ സാധാരണ വർഷമായിട്ട് 1 കൂട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം മുമ്പോട്ടാകുമ്പോൾ 1 കൂട്ടും. നമ്മുടെ ചോദ്യം മുമ്പോട്ടല്ല, പുറകോട്ടാണ്. 24 23 ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1 കുറയ്ക്കണം. ഇവിടെ 1 കൂട്ടുവാണെങ്കിൽ അവിടെ 1 കുറയ്ക്കണം. ഞായറിൽ നിന്നും 1 കുറയ്ക്കുമ്പം നമ്മുടെ ഉത്തരം ശനിയാഴ്ചയാണ്. നമ്മുടെ ഉത്തരം റെഡി, ക്ലിയർ. എന്നാൽ ഇതെൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കൂടെ ഒന്ന് പറഞ്ഞ് അതങ്ങ് റെഡിയാക്കിയേ. പറ. 2025 ഏപ്രിൽ 12 ബുധനാഴ്ചയാണെങ്കിൽ 24 ഏപ്രിൽ 12 ചോദിച്ചാൽ ഏപ്രിൽ 12 ഡേ സെയിം. ശരി, അതൊക്കെ നോക്കാം. ഡേ സെയിം ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. എന്നാലും നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അതല്ലായിരുന്നല്ലോ. നമ്മുടെ എന്താ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചോദ്യം കണ്ടപ്പോൾ സെയിം ആയപ്പോൾ ഞാൻ സെയിം എന്നങ്ങ് പറഞ്ഞു പോയി. അത് വേണ്ട. ചോദ്യം തിരിച്ചെഴുത്. ബാക്കിയൊക്കെ പിന്നെ പറയാം. തിരിച്ചെഴുത്. 2024 എന്തുണ്ടെങ്കിൽ ഏപ്രിൽ 12 ഉണ്ടെങ്കിൽ തിരിച്ചെഴുത്. എന്ത് കാണണം? 2025 ഏപ്രിൽ 12 കാണണം ഇല്ലേ? ഇനി പറ. ഏപ്രിൽ 12 ഡേ സെയിം. 2024 ലീപ്പ് ഇയർ ആണ്. 25 നോക്കണ്ട. ശരി, ഇനി എങ്ങനെ വായിക്കും? 2024 ലീപ്പ് ഇയർ ആണല്ലോ. സോ ലീപ്പ് ഇയർ ഫെബ്രുവരി 29 വരുന്നുണ്ടോ? പറഞ്ഞു. എവിടം തൊട്ട്? 2024 ഏപ്രിൽ 12 മുതൽ. 2024 ഏപ്രിൽ 12 തൊട്ടേ തുടങ്ങും. എന്ന് വെച്ചാൽ 2024 ഏപ്രിൽ 12 കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അങ്ങനെ പോകുന്നത്. അന്നേരം ഒരു കാര്യം ഉറപ്പായി, 2024 ഫെബ്രുവരി ഇല്ല. ഫെബ്രുവരി ഇല്ലെങ്കിൽ പിന്നെ 2024 ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ലെങ്കിൽ പിന്നെ 1 കൂട്ടും. സോ മുമ്പോട്ടാണെങ്കിൽ 1 കൂട്ടണം. നമ്മുടെ ചോദ്യം പുറകോട്ടാണ്. അതുകൊണ്ട് നമ്മൾ 1 കുറയ്ക്കും. മുമ്പോട്ടാണെങ്കിൽ 1 കൂട്ടും, പുറകോട്ടാണെങ്കിൽ 1 കുറയ്ക്കും.
ഒന്ന് കുറയ്ക്കും ബുധനാഴ്ചയാണ്, ഒന്ന് കുറച്ച നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഓക്കെ, അന്നേരം അത് ക്ലിയറായി. അന്നേരം ഇപ്പം നിങ്ങൾ പഠിച്ചു എങ്ങനെയാണ് കലണ്ടറിൽ വർഷം പുറകോട്ട് വന്ന അതിൻ്റെ കണക്കുകൾ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളിപ്പം പഠിച്ചു. റെഡിയാണേ? വർഷം മുമ്പോട്ട് വന്നാലും നിങ്ങൾ ചെയ്യും, വർഷം പുറകോട്ട് വന്നാലും ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വർഷത്തിൻ്റെ കണക്കിലേക്ക് നമ്മൾ പോയി, വർഷം മുമ്പോട്ടുള്ളതും വർഷം പുറകോട്ടുള്ളതും ഒക്കെ ചെയ്തു, സെയിം ഡേയ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മളെല്ലാം ചെയ്ത ഒരു വർഷത്തിൻ്റെ വ്യത്യാസമല്ലേ, ഒരു വർഷത്തിൻ്റെ വ്യത്യാസമല്ലേ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വർഷമല്ല, 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, 30 വർഷം, അങ്ങനെ എത്ര വർഷത്തിൻ്റെ വ്യത്യാസം വന്നാലും നമ്മൾ ഈ കണക്കുകൾ ചെയ്യും. അതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്നതൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്ലാസ് ലൈക്ക് ചെയ്യണം, ഇതിന് കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ ഈ ക്ലാസ്സിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു.